എടാ നമ്മുടെ ഇക്കട കളങ്കാവൽ കണ്ടിട്ട് വന്നായിരുന്നു. വളരെ ക്ലാസ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ്. നമുക്കറിയാവുന്ന ഒരു സ്റ്റോറിയാണ്. പക്ഷെ അതിനകത്ത് കുറെ ട്വിസ്റ്റുകളൊക്കെ വെച്ചിട്ടുള്ള ഒരു സിനിമയാണ്. നിങ്ങൾക്ക് ഈ ഒരു റിവ്യൂ കാണുമ്പോൾ നിങ്ങൾക്ക് വിശ്വാസം വരുന്നില്ലായിരിക്കും അല്ലേ? കാരണം ഇക്കാട പടങ്ങൾക്ക് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. ഫാൻസിന്റെ സ്ഥിരം തള്ള്. നമ്മുടെ മമ്മൂക്ക നൈസ് വില്ലനായിട്ട് വരുന്നത്. നമുക്ക് കഥയൊക്കെ സംഭവത്തിനെ കുറിച്ച് അറിയാം. പക്ഷെ അതിനകത്ത് നമ്മളെ ഒറിജിനൽ സ്റ്റോറി, നമ്മൾ കേട്ടിട്ടുള്ള ഒറിജിനൽ സ്റ്റോറിയിൽ നിന്ന് കുറച്ച് ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ പടത്തിനകത്ത് ഉണ്ട്. വില്ലൻ നമ്മളെ മുന്നിലുണ്ട്. വില്ലനെ എങ്ങനെ പിടിക്കുന്നു എന്നതിലാണ് ഈ സിനിമയിലെ കഥ ഇരിക്കുന്നത്. അവളെ മമ്മൂക്കായേക്കാളും കൂടുതൽ റോള് വിനായകനുണ്ട് തോന്നട്ടോ. പക്ഷെ പുള്ളി ഭയങ്കര, നമ്മൾ വേറെ ഏതൊരു വ്യക്തിയെ കാണുന്ന രീതിയിലാണ് പുള്ളിയുടെ ഒരു ആക്ടിങ്. പോലീസ് ഓഫീസറായിട്ട് ആദ്യമായിട്ടല്ലേ കാണുന്നത്. അപ്പൊ ആ ഒരു സംഭവം കാണാനുണ്ട്. ഇതിനകത്ത് ഡയറക്ഷൻ, എഴുത്ത്, അല്ലെങ്കിൽ മമ്മൂക്ക, വിനായകൻ ഇവരൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഇതിന്റെ മ്യൂസിക് ഡിപ്പാർട്ട്മെന്റ് ആണ്. മുജീബ് മജീദ് എന്ന് പറഞ്ഞ ആളാണ്. പുള്ളിയുടെ എക്കോ സിനിമ കണ്ടപ്പോഴേ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതിലും അതേ സാധനമാണ്. ആ ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറിന് വേണ്ടി അങ്ങനെ പെട്ടപ്പിച്ചിരിക്കുകയാണ്. ഇന്റർവെൽ ഇതെന്ന് വെച്ചാൽ കുറെ സ്പോയിലർ ഇനിയിപ്പോൾ ഇറങ്ങും, മനസ്സിലായില്ല? ആ സ്പോയിലറിൽ ചെന്ന് തല വെക്കാതെ നിങ്ങൾ ഈ സിനിമ പറ്റുമെങ്കിൽ തിയേറ്ററിൽ പോയി കാണുക. കുറച്ച് സ്ലോ ഫേസ് ആണ്, എന്നിരുന്നാലും നൈസ് ആയിട്ടുണ്ട്. എനിക്കൊന്നും പറയാൻ പറ്റില്ല. ത്രില്ലർ ആയതുകൊണ്ട് നമുക്ക് ഇത് കൂടുതൽ അങ്ങ് ഡിസ്ക്ലോസ് ചെയ്ത് പറയാനും പറ്റൂല. നിങ്ങൾ തിയേറ്ററിൽ പോയി കണ്ടു നോക്കുക. നിങ്ങൾക്ക് നൈസായി ത്രില്ലറൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഇഷ്ടപ്പെടും. നൈസ് പടം.